ഒരു ഇന്ത്യ ഒരു നാടിൻ്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ മുഖ്യമന്ത്രിയോ അവരെ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയൂല. കാരണം ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. അത് ഒരു MLA ആണെങ്കിൽ പോലും പെട്ടെന്ന് ഓടിച്ചെന്ന് കാണാൻ കഴിയില്ല. അയാളുടെ PN അടുത്ത് സംസാരിച്ച് ബുക്കിംഗ് അപ്പോയിൻമെൻ്റ് എടുത്ത് ഒരുപാട് റിസ്ക്കാണ്. പക്ഷേ ലോകത്തിൻ്റെ നേതാവായ, ലോകം ഉണ്ടാവാൻ ആരാണോ കാരണക്കാർ അവരായ, ലോകത്തിൻ്റെ എല്ലാ കാലത്തും നേതാവ്, തുടക്കം മുതൽ നേതാവായ, ലോകം ഉണ്ടായത് തന്നെ ഹബീബിനെ കൊണ്ടാവ, അന്നു മുതൽ ഇനി സ്വർഗത്തിലും എന്നും നേതാവായ, എല്ലാ കാലത്തും നേതാവായ, എല്ലാവർക്കും സയ്യിദുൽ കൗനൈനി വ തഖലീന, എല്ലാവർക്കും നേതാവായ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തങ്ങളെ ഒരാൾ ആത്മാർത്ഥമായിട്ട് ആൾ ഹൃദയത്തിൽ പ്രണയിച്ചാൽ ഒരാളോട് പോലും പറയാതെ ഹബീബിനെ അയാൾക്ക് കാണാൻ കഴിയും. ഹം ഫക്കീറോക്ക് സർവത് പേ ലാഖോ സലാം നമ്മൾ നേരത്തെ പാടിയത്, നമ്മൾ ആ പാട്ട് ഒറ്റ പരിപാടിയിൽ ഒഴിവാക്കാറില്ല. അതിന് കാരണങ്ങളുണ്ട് എൻ്റെ ബാക്കിൽ. ചില വൈത്ത് പാടിയില്ലെങ്കിലേ അങ്ങനെയൊക്കെ ചില വിഷയങ്ങളുണ്ട്. ചില വൈത്ത് അവിടെ ചില വൈത്ത് നമ്മൾ ഒഴിവാക്കാത്തത് അങ്ങനെയൊക്കെ ചില വിഷയങ്ങൾ അള്ളാഹ് സ്വീകരിക്കട്ടെ നമ്മുടെ അടുത്ത് നിന്ന്. മഹാനവറുകൾ ഭയങ്കര ഇഷ്കിന്റെ ലോകത്ത് മഹാന, അവരെ പൈത്ത നമ്മളെ ചൊല്ലിയത് ഹം ഫക്കീറോക്ക് സർവത്ത്, ഞങ്ങൾ സാധുക്കളെ നേതാവ് മുത്തുനബിയാണെന്നാണ് പറയുന്നത്. ഒരൊറ്റ ആൾ അപ്പോയിൻമെന്റ് എടുക്കണ്ട, ഒരു ക്യൂലും നിൽക്കണ്ട, ഒരാളോട് റെക്കമെൻഡും ചോദിക്കണ്ട. ഹബീബായ തങ്ങളെ കാണാൻ യോഗ്യനാണോ, തങ്ങൾ വന്നിരിക്കും. നമ്മളെ കൈവല്ല, തങ്ങളുടെ ഔദാര്യ. എത്ര ഏത് പാവപ്പെട്ടവരായാലും കുഴപ്പമില്ല, മത്സ്യക്കച്ചവടക്കാരെ കുഴപ്പമില്ല, ഏത് ദുഷ്ടിച്ച ആളാണെങ്കിലും ശരി, നന്നാവാനുള്ള കൽബ് കൊടുത്ത് കുറച്ച് സ്വലാത്തില്ലാണ്ട് അടുത്ത് കഴിഞ്ഞാൽ ഹബീബ് നേരിട്ടാ പിന്നെ വരുന്നത് മനാമിലും യഖ്ലത്തിലൊക്കെ. അള്ളാഹു സാധുക്കളായ നമുക്ക് ഒരുപാട് തവണ തൗഫീഖ് നൽകട്ടെ. നീ കണ്ടു എന്ന് വിചാരിച്ചിട്ട് എന്തോ ആയിന്നും വിചാരിക്കണ്ട. അതൊരു അള്ളാഹിൻ്റെ അടുത്തൊരു പരിഗണന കിട്ടി, അത്രേ ഉള്ളൂ. കണ്ടു എന്ന് വിചാരിച്ചാൽ ആകെ നന്നായിക്കൊള്ളണമെന്നില്ല. പിന്നെന്ത് സൂക്ഷ്മത വേണം, അത് പരിഗണിച്ചിരിക്കുന്നു എന്ന് മാത്രമേ അതുകൊണ്ട് അർത്ഥമുള്ളൂ. ഹബീബ് സ്വല്ലല്ലാഹു നേരിട്ട് അബൂജഹൽ കണ്ടിട്ടില്ലേ? പക്ഷെ ഇന്നത്തെ കാലത്ത് കാണുക എന്നുള്ളൊരു തൗഫീഖ് തന്നെയാണ്. അവർ കണ്ട പോലെ അല്ല. അത് വിശദീകരിക്കണ കുറെ പറഞ്ഞിട്ട് റസൂലിനെ കാണണം. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെയും ആമിന റളിയല്ലാഹു അൻഹയുടെയും മകനെ കണ്ടാൽ പോരാ, അള്ളാഹിന്റെ റസൂലിനെ കാണണം. ആളൊന്നു തന്നെയാണ്. അതിൽ വേറെ നൂറാനിയത്ത് അള്ളാഹു വെച്ചിട്ടുണ്ട്. ആ നൂറാനിയത്തിന്റെ പ്രകാശത്തിന്റെ ആന്തരികമായ സിറടക്കം അങ്ങനെ കാണാൻ പറ്റണം. അത് ഒറ്റ സെക്കൻഡ് മതി. അയാളെ പേര് പിന്നെ സ്വഹാബീന. സ്വർഗത്തിൽ നായുണ്ട് ഖിത്മീർ, പക്ഷെ നായന്റെ രൂപത്തിലല്ല കേട്ടോ വരിക, അത് മനുഷ്യന്റെ രൂപത്തിലാണ് സ്വർഗത്ത് വരിക. നായ എങ്ങനെ വരില്ല ചെയ്യാൻ, സ്വർഗത്തിൽ മനുഷ്യ രൂപത്തിലാണ് വരിക. അപ്പോൾ അത് എന്തുകൊണ്ടാ അസ്ഹാബുൽ കഹ്ഫിൽപ്പെട്ട ആ നല്ല ആ നാട്ടിലെ അധാർമികതകൾ ഇങ്ങനെ വളർന്നപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ ആ അധാർമികതകളോട് തെറ്റുകളോട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു താല്പര്യമില്ലായ്മ വന്നു. നമുക്ക് നല്ല നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുമിച്ച് കൂടെ ഹൈറിൻ്റെ ആൾക്കാർ അവരുടെ കൂടെ ഹിതമായിട്ട് കൂടിയതിൻ്റെ പേരിൽ ആ നായ പോലെ സ്വർഗത്തിലാ. സുഹബത്തിന്റെ പവർ അത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കേ, എല്ലാവർക്കും ഒരു ശൈത്താൻ അള്ളാഹ് ഏർപ്പാടാക്കി കൊടുക്കും. അപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് ചോദിച്ചു. നിങ്ങൾക്കും ശൈത്താൻ ഉണ്ടോയെന്ന് ചോദിച്ചു. ആയിഷ ബീവി പാടില്ലാത്ത ബുദ്ധിശാലിയാ, ഭയങ്കര ബുദ്ധിശാലിയാ. ചെറിയ പ്രായമുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞേ ആയിഷ ബീവിനെ കല്യാണം കഴിച്ചതിന്റെ ഒരു കാരണം എന്താണെന്നറിയോ? ദീന് പഠിപ്പിക്കാനാ. ഖുദൂ നിസ്ഫ ദീനകും മിൻ ഹാദിഹിൽ ഹുമൈറാ. ഈ തരുണിയിൽ നിന്ന്, ഈ ചുവന്ന സുന്ദരിയിൽ, അത് എപ്പോഴും വിളിക്കുന്നൊരു വാക്ക് ഹുമൈറ എന്നുള്ള വാക്ക്, ചുവന്ന സുന്ദരി എന്നൊക്കെ എൻ്റെ അർത്ഥം. ഈ തരുണിയിൽ നിന്ന് ദീനിന്റെ പകുതി നിങ്ങൾ പഠിക്കണം. അതായത് നമ്മൾ ഇന്ന് പഠിച്ച ദീനുണ്ടല്ലോ, ഒരു കൗമാരക്കാരി പെൺകുട്ടി പഠിച്ചതാ പഠിപ്പിച്ചെന്ന് അതിന്റെ പകുതിയും. എവിടെ പെണ്ണുങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് പറയാ. ഒരു 18 years ഓൾഡായ ആയിഷ ഉമ്മനെ ചൂണ്ടിയിട്ട് റസൂലുള്ള പറഞ്ഞാണ്, ഈ പെൺകുട്ടിയിൽ നിന്ന് ദീനിന്റെ പകുതിയും പഠിച്ചോളിന്ന്. സ്ത്രീകൾക്ക് ഇതിലപ്പുറം ഒരു അംഗീകാരം വേറെ എവിടുന്ന വേണ്ടത്? ഒരു കൗമാരക്കാരി പഠിപ്പിച്ച ദീനാണ് നമ്മുടെ അടുത്തുള്ളത്, പകുതിയും. അതല്ലേ അബി പറഞ്ഞത്, ഇൽമിന് സട്ടി. ഞാൻ വിശദീകരിക്കല്ല. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി പറഞ്ഞു എല്ലാവർക്കും ഒരു ശൈത്താൻ ഉണ്ടാവുന്നു. അപ്പോൾ ആയിഷ ചോദിച്ചു, നിങ്ങൾക്ക് ഉണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, എനിക്കുണ്ട്, പക്ഷേ ഇന്ന ശൈത്താനി അസ്ലം, എൻ്റെ ശൈത്താൻ മുസ്ലിമായി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ശൈത്താൻ ഒറ്റ ശൈത്താനെ മുസ്ലിമായിട്ടുള്ളൂ. അത് റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചു കൊടുത്ത ആളാ, അത് മുസ്ലിമായി എന്നാ ചരിത്രവും. ആ നൂറാനിയത്തിന്റെ ഒരു അംശം കിട്ടിയാൽ മതി, കുറേ വേണ്ട. ആ നൂറിന്റെ ഒരു അംശം കിട്ടിക്കഴിഞ്ഞാൽ തെറ്റിലേക്ക് പോകുമ്പോൾ ഉള്ളിൽ നിന്ന് കൺട്രോൾ വരും. അതാണ് സ്വലാത്ത് അല്ലേ, സ്വലാത്ത് കൺട്രോൾ ചെയ്യുന്നു, ഹബീബിന്റെ കൺട്രോൾ വരും എന്ന് പറയുന്നത് അതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.